നമസ്കാരം. ജനുവരി 1-ാം തീയതി മുതൽ സംസ്ഥാനത്തെ റേഷൻ ഇടപാടുകളിൽ മാറ്റം വരുത്തുന്നു. മാറ്റങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനൊപ്പം നിർണായകമായ ചില നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. റേഷൻ കാർഡ് ഉടമകൾ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എന്നാണ് മുന്നറിയിപ്പ്. ഇതിൻ്റെ ഭാഗമായി KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. നേരത്തെ ഡിസംബർ 25 വരെയാണ് ഇതിനുള്ള കാലാവധിയായി നിശ്ചയിച്ചിരുന്നത് എങ്കിലും പിന്നീട് ഡിസംബർ 31-ലേക്ക് ഇത് നീട്ടിയിരുന്നു. വിതരണം ചെയ്തിരുന്ന റേഷൻ സാധനങ്ങളുടെ അളവിലും മാറ്റമുണ്ട്. നേരത്തെ ലഭിച്ചിരുന്ന അളവിലായിരിക്കില്ല സാധനങ്ങൾ ലഭിക്കുക. നേരത്തെ 3 കിലോ അരിയും 2 കിലോ ഗോതമ്പുമാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ 2.5 കിലോഗ്രാം വീതം അരിയും ഗോതമ്പുമാണ് ലഭിക്കുക. മുമ്പ് 5 കിലോയാണ് റേഷൻ ഇനത്തിൽ ലഭിച്ചിരുന്നത് എങ്കിൽ 1/2 കിലോ ഗോതമ്പ് പുതിയ സ്കീം അനുസരിച്ച് അധികമായി ലഭിക്കും. KYC പൂർത്തിയാക്കാത്തവർക്ക് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. ജനുവരി 1 മുതൽ റേഷൻ മാത്രമല്ല 1000 രൂപയുടെ അധിക ധനസഹായവും അർഹരായവർക്ക് ലഭ്യമാകും. KYC പൂർത്തിയാക്കിയാൽ 2028 വരെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക. നഗരപ്രദേശങ്ങളിൽ 3 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും 100 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടോ വസ്തുവോ 4 ചക്ര വാഹനമോ ഉള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല. ദുരുപയോഗം ചെയ്യുന്നത് തടയാനും അർഹരായവരിലേക്ക് മാത്രം റേഷൻ എത്തുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ KYC നിർബന്ധമാക്കിയത്.